സോ നെക്സ്റ്റ് ഫാക്ടറി ലേഔട്ടിനെ കുറിച്ചിട്ടാണ്. അപ്പം നമ്മൾ പ്ലാൻ ലൊക്കേഷൻ അല്ലെങ്കിൽ ഫാക്ടറി ലൊക്കേഷൻ എന്താണെന്നാണ് നമ്മൾ ആദ്യം നോക്കിയത്. അതായത് നമ്മളുടെ ഓർഗനൈസേഷൻ ലൊക്കേറ്റ് ചെയ്യുന്ന ഏരിയ, അതുപോലെ ഏത് കമ്മ്യൂണിറ്റി, അവിടെ ഏത് സ്പെസിഫിക് സൈറ്റ് എന്നത് ഡിസൈഡ് ചെയ്യുന്നതാണ് നമ്മൾ പ്ലാൻ ലൊക്കേഷൻ അല്ലെങ്കിൽ ഫെസിലിറ്റി ലൊക്കേഷൻ എന്ന് പറയുക. അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണ്, വരാവുന്ന എറേഴ്സ് എന്താണ്, അതൊക്കെ നമ്മൾ നോക്കി. ഇനി നെക്സ്റ്റ് ഫാക്ടറി ലേഔട്ടാണ്. എന്ന് വെച്ചാൽ ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ സൈറ്റ് ഡിസൈഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് യു വിൽ ഹാവ് ടു കൺസ്ട്രക്ട് എ ഫാക്ടറി ബിൽഡിംഗ് ഇൻ ദാറ്റ് സൈറ്റ്. ആ സൈറ്റിൽ ഒരു ഫാക്ടറി ബിൽഡിംഗ് പണിയണം. Arrangement of plant and equipments departments depend upon the availability of floor space inside the factory building. നമ്മൾ എങ്ങനെയാണ് ആ ഫാക്ടറി ബിൽഡിങ്ങിന്റെ ഉള്ളിലെ പ്ലാൻ, നമ്മൾ എക്യുപ്മെന്റും ഡിപ്പാർട്ട്മെന്റും മറ്റു ഫെസിലിറ്റീസും ഒക്കെ അറേഞ്ച് ചെയ്യാന്നുള്ളത് ആ ഒരു ഫാക്ടറി ബിൽഡിംഗ് സെറ്റ് ചെയ്യണ അനുസരിച്ചിട്ട് ഇരിക്കും. സോ ഫാക്ടറി ലേഔട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഓർഗനൈസേഷന്റെ ഉള്ളില് മെഷീനും എക്യുപ്മെന്റും ഒക്കെ അതുപോലെ ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ എങ്ങനെ സെറ്റ് ചെയ്യണം എന്ന് ഫിക്സ് ചെയ്യുന്നതിനെയാണ് ഫാക്ടറി ലേഔട്ട് എന്ന് പറയുക. So it is nothing, it is the arrangement of machines and equipment within a factory, which includes the layout of departments within the factory site, layout of machines within the department and layout of individual workplaces. ഡിപ്പാർട്ട്മെന്റുകൾ എങ്ങനെ, ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളില് മെഷീൻസ് എങ്ങനെ, അതുപോലെ ആൾക്കാരുടെ ഇൻഡിവിജ്വൽ വർക്ക് പ്ലേസുകൾ എങ്ങനെ, ഇതൊക്കെ ഫാക്ടറിയുടെ ഉള്ളിൽ എങ്ങനെ സെറ്റ് ചെയ്യും എന്നതിനെ ആണ് നമ്മൾ ഫാക്ടറി ലേഔട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഏതൊരു ഫാക്ടറി ആണെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് വർക്കുകൾക്ക് ഒരു ഓഫീസ് ഏരിയ ഉണ്ടാവും, പ്രൊഡക്ഷൻ ആൻഡ് സർവീസ്മെന്റ്സ് ഒക്കെ കൂടി ചേർത്തിട്ട് ഒരു പ്ലാന്റ് ഏരിയ ഉണ്ടായിരിക്കും, ടെക്നിക്കൽ സർവീസസ് അത് റിസീവ് ചെയ്യുക, സ്റ്റോക്ക് റൂം, സ്റ്റോർ റൂം, ടൂൾ റൂം, ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, പവർ ഹൗസ്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ് സൂക്ഷിക്കണം, അങ്ങനെയുള്ള കുറെ ടെക്നിക്കൽ ഏരിയാസ് ഉണ്ടാവും. പാർക്കിംഗ് ഏരിയ, ടൈം കീപ്പേഴ്സ് ഓഫീസ്, ക്യാൻറ്റീന്, ലഞ്ച് റൂം, റെക്രിയേഷൻ, റെസ്റ്റ് റൂം, അങ്ങനെയുള്ള കുറെ പേഴ്സണൽ സർവീസ് ഏരിയ. സ്വതവേ ഇത്രയും ഉണ്ടാവും അല്ലെ. അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾക്കായിട്ടുള്ള ഒരു ഓഫീസ് ഏരിയ, ശരിക്കുള്ള പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സർവീസ് റെൻഡറിങ് നടക്കുന്ന പ്ലാന്റ് ഏരിയ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള സ്റ്റോക്ക് റൂം, സ്റ്റോർ റൂം പോലത്തെ അറേഞ്ച്മെന്റ്സ്, പിന്നെ അവിടെയുള്ള ഓരോ എംപ്ലോയീസിൻ്റെതായിട്ടുള്ള പേഴ്സണൽ ആവശ്യങ്ങൾക്കുള്ള പേഴ്സണൽ സർവീസസ്, ഇതെല്ലാം എപ്പോഴും ഒരു പ്ലാന്റ് ലേഔട്ട് അല്ലെങ്കിൽ ഒരു ഫാക്ടറി ലേഔട്ടിന്റെ ഭാഗമായിരിക്കും. സോ അതാണ് ഫാക്ടറി ലേഔട്ട്. ഇനി പൊതുവില് നമ്മളൊരു ഫാക്ടറി ലേഔട്ട് ഡിസൈഡ് ചെയ്യുമ്പോൾ 3 കാര്യങ്ങളാണ് ആ ഫാക്ടറി ലേഔട്ടിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഒന്ന് നമ്മളുടെ ബിൽഡിങ്ങിന്റെ ഡിസൈൻ, ഇനി ബിൽഡിംഗ് മെറ്റീരിയലിന്റെ ടൈപ്പ്, ബിൽഡിങ്ങിന്റെ ടൈപ്പ്. ഈ 3 കാര്യങ്ങളുടെ ബേസിസിലാണ് ആക്ച്വലി ഫാക്ടറി ലേഔട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യുക. നമ്മളുടെ ബിൽഡിംഗ് നമ്മൾ എങ്ങനെ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് ബിൽഡിംഗ് മെറ്റീരിയലാണ് ആ ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, ഏത് ടൈപ്പ് ബിൽഡിംഗ് ആണ്, ഒറ്റ നില ബിൽഡിംഗ് ആണോ, ഡബിൾ സ്റ്റോറി ആണോ, അതോ മൾട്ടി സ്റ്റോറി ആണോ, അതല്ല സ്പെഷ്യൽ ടൈപ്പ് ഓഫ് എന്തെങ്കിലും ബിൽഡിങ്സ് ആണോ, അങ്ങനെയുള്ള ഫാക്ടേഴ്സിന്റെ ബേസിസിലാണ് പ്രഥമമായിട്ടും നമ്മളൊരു ഫാക്ടറി ലേഔട്ട് നമ്മൾ മെയിൻ ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇത് 3 ഇനി ഇതിൽ തന്നെ ബിൽഡിങ്ങിന്റെ ഡിസൈനിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മെയിൻ കൺസിഡറേഷൻസ് എന്തൊക്കെയായിരിക്കണം എന്ന് പറയുമ്പോൾ ഫ്ലെക്സിബിലിറ്റി, പ്രോഡക്റ്റ് ആൻഡ് എക്യുപ്മെന്റ്, എക്സ്പാൻസിബിലിറ്റി, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, എംപ്ലോയീസ്, സർവീസ് ഏരിയാസ്, വെന്റിലേഷൻ ആൻഡ് ലൈറ്റിംഗ്, സെക്യൂരിറ്റി, പ്രൊട്ടക്ഷൻ, സൈറ്റ്, എസ്തെറ്റിക് കൺസിഡറേഷൻ, മെയിൻ്റനൻസ് ചാർജസ്, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സിന്റെ ബേസിസിലാണ് ഒരു ബിൽഡിങ്ങിന്റെ ഡിസൈൻ എങ്ങനെയാണെന്ന് നമ്മൾ ഫിക്സ് ചെയ്യാം.
നമുക്ക് ഓരോ ഫാക്ടേഴ്സും നോക്കാം. ഇപ്പൊ ഫ്ലെക്സിബിലിറ്റി പറയണമെന്ന് വിചാരിക്കും. നമുക്കറിയാം ഓർഗനൈസേഷനിൽ ടെക്നോളജിക്കലി ചേഞ്ചസ് വരുമ്പോൾ നമ്മളുടെ ഓർഗനൈസേഷനും അത്തരം ചേഞ്ചസുകൾ അഡോപ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഓരോ ചേഞ്ചിനനുസരിച്ചിട്ട് ഓരോ പുതിയ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളത് ഇക്കണോമിക്കലുമല്ല ഫീസിബിളുമല്ല. സോ എപ്പോഴും ഒരു ഫ്ലെക്സിബിലിറ്റി ആവശ്യമാണ്. നമുക്ക് പെർമനന്റ് ആയിട്ട് ഒരിക്കലും ഇനി അവിടെ ഒരു കാര്യം മാറ്റം വരുത്താൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ഒരു മാനുഫാക്ചറിങ് ഏരിയയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു വിചാരിച്ചോളൂ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾക്ക് അത് എടുത്തു മാറ്റിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അല്പസ്വല്പം ഒരു മാറ്റം വരുത്തി മോഡിഫിക്കേഷൻ വരുത്താൻ പറ്റില്ല. ആ ബിൽഡിങ്ങേ ചിലപ്പോൾ ഒബ്സൊലീറ്റ് ആയിട്ട് പുതിയ ബിൽഡിംഗ് ഒക്കെ പണിതേണ്ടതായിട്ട് വരും. സോ നമ്മൾ എപ്പോഴും ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുമ്പോൾ ഫ്ലെക്സിബിലിറ്റി നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. പിന്നെ പറയുന്നത് നമ്മൾ പ്രൊഡക്റ്റ് എന്താണ് എന്നുള്ളതാണ്. അതായത് ആ പ്രോഡക്റ്റ് അനുസരിച്ചിട്ടാണ് നമ്മുടെ ഫ്ലോർ സ്പേസ്, നമ്മുടെ കോളം സ്പേസിങ് എങ്ങനെയാണ്, സീലിംഗ്, ഹീറ്റിംഗ് വേണോ, എയർ കണ്ടീഷൻ ആണോ, ഇനി ഹെവി വെയ്റ്റഡ് പ്രോഡക്റ്റ് ആണെങ്കിൽ അതനുസരിച്ചിട്ട് ബിൽഡിങ്ങിന്റെ സ്ട്രെങ്ത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് എക്യുപ്മെന്റും. ഈ എന്ത് എക്യുപ്മെന്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്, അതൊരു എന്താ പറയാ, നമുക്കൊരു വെരി ഹൈ സീലിംഗ് ക്ലിയറൻസ് ഒക്കെ ഉള്ള വലിയൊരു എക്യുപ്മെന്റ് ആണ് വേണ്ടത് എങ്കിൽ അങ്ങനെ. അതിൽ എപ്പോഴും മൂവ് ചെയ്യേണ്ട ലാർജ് മെഷീൻ ടൂൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ചിട്ടുള്ള ഫെസിലിറ്റീസ്, മൂവ്മെന്റ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഡിസൈൻ ചെയ്യണം. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റും ആ പ്രോഡക്റ്റിന് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റും വലിയൊരു ഘടകമാണ് ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുമ്പോൾ. പിന്നെ പറയുന്നതാണ് എക്സ്പാൻസിബിലിറ്റി. മാറ്റങ്ങൾ വന്നില്ലെങ്കിൽ കൂടി ഗ്രോത്തും എക്സ്പാൻഷനും, അപ്പൊ അതൊരു പ്രോസ്പിരിറ്റിയാണ്, ബിസിനസിന്റെ വളർച്ചയാണ്. അപ്പൊ അത്തരം വളർച്ചകൾ വരുമ്പോ ഫാക്ടറി ബിൽഡിങ്ങിന് എക്സ്പാൻഡ് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്ന് നോക്കണം. നമ്മുടെ പ്രോഡക്റ്റ് ലൈൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്തതിന്റെ ഭാഗമായിട്ട് നമുക്ക് പുതിയൊരു ബിൽഡിംഗ് തന്നെ വെക്കണം എന്ന് വെച്ചോളൂ. പക്ഷെ അതേ ഉള്ള സ്ഥലത്ത് തന്നെ അത് എക്സ്പാൻഡ് ചെയ്തെടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് നീട്ടിയെടുത്തപ്പോ വീടൊക്കെ കണ്ടിട്ടില്ലേ, ഒരു 2 റൂമും കൂടി ഒന്ന് നീട്ടിയെടുക്കാൻ സൗകര്യം പറ്റുന്ന തരത്തിലുള്ള വീടുകളും 1 ഇഞ്ച് ഇനി അങ്ങോട്ടേക്ക് പണിയാൻ ആവശ്യം സ്ഥലം പോലും ഇല്ലാത്ത വീടുകളും ഉണ്ടാവും അല്ലെ. അപ്പൊ അതേപോലെ നമ്മൾക്ക് ഗ്രോത്തും എക്സ്പാൻഷനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലാൻഡ് അതനുസരിച്ച് നമ്മൾ ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ടാവണം. ഫ്യൂച്ചർ എക്സ്പാൻഷനും പ്രസന്റ് ഫാക്ടറി ആക്ടിവിറ്റീസിനും കൂടി പറ്റുന്ന രീതിയിലുള്ള ലാൻഡ് നമ്മൾ ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരു റെക്ടാങ്കുലർ ടൈപ്പാണ് പ്രോബബിളി ഏറ്റവും നല്ലത്. അപ്പൊ നമുക്കൊരു നോർത്ത് വേർഡ് എക്സ്പാൻഷൻ, നമുക്കൊരു ഏത് സൈഡിലേക്കും എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. നോർത്ത് വേർഡ് എക്സ്പാൻഷൻ ഒഴിച്ച് വേറെ ഏത് സൈഡിലേക്ക് വേണമെങ്കിലും നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഒരു റെക്ടാങ്കുലർ രീതിയിലാണ് ഡിസൈൻ എങ്കിൽ. പക്ഷെ ഇപ്പൊ അങ്ങനെ മാത്രമല്ല കേട്ടോ, ഇപ്പൊ റെക്ടുള്ള കൺവെൻഷണൽ ഷേപ്പിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഷേപ്പുകളിലുണ്ട്. ഇനി വെർട്ടിക്കൽ ആണെങ്കിൽ നമുക്ക് മേലേക്ക് കെട്ടി പണിത് പോകാനാണെങ്കിൽ അതനുസരിച്ച് ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കണം. ഹൊറിസോണ്ടൽ എക്സ്പാൻഷൻ ആണെങ്കിൽ സൈഡ് വാളുകൾക്ക് ലോഡ് ബെയർ ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും എന്താ പറയാ ഈ റിമൂവലൊക്കെ വേണം. അപ്പൊ അങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഡിസൈൻ ചെയ്യണം. ഇൻ ഷോർട്ട്, ഇനി മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് നമുക്കറിയാം. ഒരു ഓർഗനൈസേഷനിൽ ഏത് തരത്തിലുള്ള, അതായത് പ്രോഡക്റ്റും എന്ത് പ്രോസസ് ആയിക്കോട്ടെ, കണ്ടിന്യൂസ് ആയാലും ശരി, ഇന്റർമീഡിയന്റ് ആയാലും ഏത് പ്രോസസ് ആയാലും മിക്കപ്പോഴും മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് വരുന്നുണ്ട്. ചില സ്ഥലത്ത് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കൂടുതലായിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കും എന്നല്ലാതെ എങ്ങനെ പോയാലും മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഇല്ലാണ്ട് വരില്ല. ഇനി മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുമ്പോൾ എപ്പോഴും ആൾക്കാർ തലചുമടായിട്ടോ കയ്യിലോ എടുത്തിട്ട് കൊണ്ടുപോയുള്ള ഹാൻഡ്ലിംഗ് ആവണമെന്നില്ല. ട്രോളികൾ ഉപയോഗിക്കാം. ചിലപ്പോൾ എന്ത് മെറ്റീരിയൽ ആണ് മൂവ് ചെയ്യേണ്ടതെന്നനുസരിച്ചിട്ട് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റുകൾ ഉണ്ടാകാം. അപ്പൊ അത്തരം മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റുകൾ സുഗമമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകാൻ പറ്റുന്ന തരത്തിലായിരിക്കണം നമ്മളുടെ ഫാക്ടറിയുടെ ഡിസൈൻ എപ്പോഴും ഒരു ഡിസൈൻ. ഇനി എംപ്ലോയീസിന്റെ ഫെസിലിറ്റീസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലേ. ആൾക്കാർ അവിടെ എന്താ പറയാ, വെറുതെ പണിയെടുക്കാൻ മാത്രം വരുന്നതല്ലല്ലോ. അവർക്ക് ലഞ്ച് റൂംസ് ഉണ്ടായിരിക്കണം, സാനിറ്റേഷൻ ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം, കഫ്റ്റീരിയ ഉണ്ടായിരിക്കണം, വാട്ടർ കൂളേഴ്സ് ഉണ്ടായിരിക്കണം, പാർക്കിംഗ്, അവർ വണ്ടിയിൽ വരുന്നുണ്ടെങ്കിൽ പാർക്കിംഗ് ഏരിയ ഉണ്ടാവണം. ക്രഷസ് പോലും
അവർ എക്സ്ട്രാ ആഡ് ഓൺ ഫെസിലിറ്റി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എംപ്ലോയീസിന് അവർക്ക് അവിടെ വരുമ്പോൾ മറ്റ് കാര്യങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കാതെ അവരുടെ ടൈം ഇവിടെ പ്രൊഡക്റ്റീവായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും അതിനുള്ള സംവിധാനം ഉണ്ടാവണം. അപ്പൊ അതിനും സ്ഥലം ആവശ്യം വരും. പിന്നെ വെന്റിലേഷനും സർവീസ് ഏരിയ അത് ആവശ്യമാണല്ലോ. നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ ഇങ്ങനെ ത്രൂ ഔട്ട് മെഷീൻസ് ഒക്കെ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടൂൾ റൂം ഒക്കെ ഉണ്ടാവും. ഈ പറയുന്ന മെഷീൻസിന്റെ സ്പെയർ പാർട്സ് വെക്കുന്ന റൂം ഉണ്ടായിരിക്കും. സൂപ്പർവിഷൻ ചെയ്യുന്ന സൂപ്പർവൈസറുടെ ഓഫീസ് ഉണ്ടാവും. മെയിൻ്റനൻസ് റൂമുകൾ ഉണ്ടായിരിക്കും. പ്രോഡക്റ്റ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് റിസീവ് ചെയ്യാനും ഡിസ്പാച്ച് ചെയ്യാനുള്ള സ്റ്റേഷൻസ് ഉണ്ടായിരിക്കും. സ്റ്റോക്ക് റൂം ഉണ്ടായിരിക്കും. വേസ്റ്റ് ഡിസ്പോസലിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ സർവീസാണ്. ആ പ്രോഡക്റ്റോ അല്ലെങ്കിൽ ആ ഒരു ഉണ്ടാക്കുന്നതിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ അതിനുള്ള ഏരിയ വേണം. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് വെന്റിലേഷനും ലൈറ്റിങ്ങും. വളരെ ഹൈ എംപ്ലോയി പ്രൊഡക്ടിവിറ്റി വരണമെങ്കിൽ അത്യാവശ്യം വെളിച്ചവും വെട്ടമൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് ഇരുന്ന് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റണം. വളരെ കൺജസ്റ്റഡ് ആയിട്ട് ശ്വാസം പോലും കിട്ടാൻ പറ്റാത്ത രീതിയിലുള്ള സ്ഥലത്തൊക്കെ പോയി ആരെങ്കിലും വർക്ക് ചെയ്യുക, നമുക്കത് ഫിസിക്കലി മെന്റലി ഒക്കെ നമുക്കതൊരു ബുദ്ധിമുട്ട് വരും. സോ വെന്റിലേഷൻ ലൈറ്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ആവശ്യത്തിന് കൂടിയാലും ബുദ്ധിമുട്ടാണ്. ആവശ്യത്തിനുള്ള വെന്റിലേഷൻ ആൻഡ് ലൈറ്റിംഗ് വേണം. പിന്നെ സെക്യൂരിറ്റി നമുക്കറിയാം. ആ ഒരു ഓർഗനൈസേഷൻ ആസ് സച്ച് നമ്മൾക്ക് ഫ്രീ ആയിട്ട് ആ ഓർഗനൈസേഷന്റെ ഏത് മുക്കിലും മൂലയിലും പോവാൻ പറ്റണം. ഗാർഡുമാരുണ്ടായിരിക്കണം, CCTVs ഉണ്ടായിരിക്കും, ഫെൻസസ് മതിലുകൾ അല്ലെങ്കിൽ വേലികൾ ഉണ്ടായിരിക്കും. പിന്നെ ഇങ്ങനെ ഈ നമ്മൾ എന്താ പറയാ ഇങ്ങനെ ഗാർഡുകൾ കണ്ടിട്ടില്ലേ, ഗേറ്റുകൾ തുറക്കാനും അടയ്ക്കാനും അങ്ങനെയുള്ള. അപ്പൊ അതുപോലെ ക്ലോക്ക് റൂംസ് ഉണ്ടാവും. ഒരു എംപ്ലോയി അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ കയറുമ്പോൾ വേറൊരു ഡ്രസ്സായിരിക്കും ചിലപ്പോൾ ഇടേണ്ടി വരിക. അപ്പൊ അവരുടെ ഡ്രസ്സും അവരുടെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് റൂമിൽ വെച്ച് പൂട്ടണം. അപ്പൊ ക്ലോക്ക് റൂംസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള അതിൻ്റെ ഉള്ളിൽ സുരക്ഷിതരാവാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സെക്യൂരിറ്റി ഫെസിലിറ്റീസും ആവശ്യമാണ്. പ്രൊട്ടക്ഷൻ വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ തീപിടുത്തം ഉണ്ടാവാം. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ, ഫയർ ഉണ്ടാവാം. ചില സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കൊന്നും ചിലപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭൂമി കുലുക്കത്തിനെയോ പേടിക്കണം എന്നില്ല. പക്ഷെ ചില സ്ഥലത്ത് ഈ ഭൂമി കുലുക്കം, എർത്ത് ക്വാക്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളത് ഹറിക്കെയിൻസ്, ടോർണാഡോ, ഫ്ലഡ് അങ്ങനെയൊക്കെയുള്ള എന്താ പറയാ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വരികയാണെങ്കിൽ ഒരു എമർജൻസി എക്സിറ്റോ അല്ലെങ്കിൽ എങ്ങനെ ആൾക്കാര് എങ്ങനെ ചെയ്യാം, അങ്ങനെ ഒരു എമർജൻസി വരികയാണെങ്കിൽ അത് ഡീൽ ചെയ്യാനുള്ള ഫയർ എസ്കേപ്പ് മെക്കാനിസംസോ സേഫ്റ്റി ലൈറ്റ്സോ ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ഒരുവിധം എല്ലാ നാച്ചുറൽ കലാമിറ്റീസിനുമുള്ള പ്രൊട്ടക്ഷൻ പറ്റുന്ന രീതിയിലായിരിക്കുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. പിന്നെ സൈറ്റ്, നമ്മളുടെ ഫാക്ടറി പണിയാൻ നമ്മൾ സെലക്ട് ചെയ്ത സൈറ്റ് ബിൽഡാണ്ട് സ്വാധീനിക്കും. നമ്മളൊരു സിറ്റി ആണെങ്കിൽ ഫേം ഫൗണ്ടേഷൻ ആവശ്യമാണ്. ഫ്യൂച്ചർ എക്സ്പാൻഷൻ നമുക്കൊരിക്കലും ഹൊറിസോണ്ടൽ പറ്റില്ല, അധികം സ്ഥലമൊന്നും കിട്ടില്ല. അപ്പൊ വെർട്ടിക്കലിയേ പറ്റുള്ളൂ. ഇനി ഒരു വില്ലേജിലൊക്കെ ആണെങ്കിൽ വല്ലാണ്ടൊരു ഡീപ്പ് ഫൗണ്ടേഷൻ വേണമെന്നില്ല, കാരണം സഫിഷ്യന്റ് സ്പേസ് ഉണ്ട്. അപ്പൊ നമ്മളുടെ സോയിൽ, ആ സ്ഥലത്തെ മണ്ണ്, അതിന്റെ ഡെപ്ത്, അതുപോലെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഡിസൈൻ ഓഫ് ദി ബിൽഡിങ്ങിന്. പിന്നെ എസ്തെറ്റിക് കൺസിഡറേഷൻ, ഇപ്പൊ നമ്മൾ പറയില്ലേ ഭയങ്കര ഒരു കാണുമ്പോൾ തന്നെ ഒരു ഭംഗി, നമുക്ക് അവിടെ ആൾക്കാർക്ക് വരുമ്പോൾ ഒന്ന് പ്ലീസ്ഡ് ആവണം. അയ്യോ നല്ല ഭംഗിയുള്ള ഒരു ഓഫീസ്, നല്ല ഭംഗിയുള്ള ഒരു ഓർഗനൈസേഷൻ. എന്നാൽ ആൾക്കാർ ആ സ്റ്റൈലിനും അപ്പിയറൻസിനും അവരുടെ കംഫർട്ടിനും ഈവൻ കമ്മ്യൂണിറ്റിയുടെ ഗുഡ്വിൽ വരെ അതിനെ ആശ്രയിച്ചിട്ട് നിൽക്കും. കാണാനൊക്കെ നല്ല ഭംഗിയൊക്കെ ഉള്ള ഒരു സ്ഥലമാണെങ്കിൽ ആൾക്കാർ അവരത് അപ്രീഷിയേറ്റ് ചെയ്യും. അയ്യോ നല്ല വെൽ ബിൽഡ് ആൻഡ് നല്ലൊരു എസ്തെറ്റിക് കൺസിഡറേഷൻ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ. സോ അത് നമ്മൾ കൺസിഡർ ചെയ്യണം. പിന്നെ ഏറ്റവും വലിയ കൺസിഡറേഷൻ മെയിൻ്റനൻസ് ചാർജാണ്. എന്തൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് പോരണം. ഒരു ബിൽഡിംഗ് ഒരു വർഷത്തില് ഒരിക്കലെങ്കിലും നമ്മൾ ഫുൾ ഒന്ന് പെയിന്റ് അടിക്കാനും ഒന്ന് വൃത്തിയാക്കാനും മെഷീൻസിനെ ഒന്ന് ഇതാക്കാനും ഒക്കെ പറ്റണം. അപ്പൊ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അതൊരു ഹെവി എക്സ്പെൻഡിച്ചർ ആവാൻ പാടില്ല. എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്യും, ഫ്രീ ആയിട്ടൊന്നും മെയിൻ്റനൻസ് നടക്കില്ല. പക്ഷെ പരമാവധി നമ്മൾക്ക് എക്സ്പെൻസസ് റെഡ്യൂസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാനും കൂടി പറ്റണം. അപ്പൊ ഇതൊക്കെയാണ് ബിൽഡിങ്ങിന്റെ ഡിസൈനിൽ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ.